നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31. അങ്ങനെ ഈ കലണ്ടർ മാസത്തിലെയും കൂടാതെ ഈ ആഴ്ചയില് ഉടനീളം 5 ട്രേഡിംഗ് സെഷനുകളിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി, മാത്രമല്ല 4 ആഴ്ചകൾക്ക് ശേഷം അഥവാ ഈ മാസം 7-ാം തീയതിക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് നിഫ്റ്റിക്ക് 24,400 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിലാണെങ്കിൽ പോലും മറികടക്കുവാനുമായി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമാകും. ഈ സാഹചര്യത്തില് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ബോർഡർ മാർക്കറ്റ്സുകൾ ഉൾപ്പെടെ ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളിലെല്ലാം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിക്ക് ഇന്ന് രാവിലെ 9:35 24,300 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഇതായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയുടെ ഡേ ലോയും. എന്നാൽ അതേസമയം പിന്നീട് മാർക്കറ്റിനെ ശക്തിയാർജിക്കുവാൻ സാധിച്ചപ്പോൾ 24,429 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടു. ഇന്നലത്തെ റിപ്പോർട്ട്സുകളിലും ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് 24,400 എന്ന ലെവലിലാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200 ഡേ EMA നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ലെവലിലുള്ള ഗ്രിപ്പിന് നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇതിന് തൊട്ട് താഴെയായിട്ട് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിക്കുക മാത്രമല്ല 66 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം സെൻസെക്സിന് 166 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 117 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളായിട്ട് ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ബോർഡർ മാർക്കറ്റ്സിന് ഇന്ന് തരക്കേടില്ലാത്ത പെർഫോമൻസും കാഴ്ചവെക്കുവാൻ സാധിച്ചു. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും മികച്ച പ്രകടനമാണ് ബോർഡർ മാർക്കറ്റ്സ് ഇന്ന് കാഴ്ചവെച്ചതും. നിഫ്റ്റി സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും 0.44% നേട്ടവും ഇന്ന് കൈവരിക്കുവാനായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1,842 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം ആകെ 1,147 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഒട്ടുമിക്ക മേഖലകൾക്കും തന്നെ ഇത് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിഫ്റ്റി മീഡിയയാണ് ഇന്ന് ടോപ്പ് ഗെയിനിങ് സെക്ടറായിട്ട് മാറിയത് 2% നേട്ടത്തോടുകൂടി. തുടർന്ന് നിഫ്റ്റി ഓട്ടോയ്ക്ക് 1.6%, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി തുടങ്ങിയ മേഖലകൾക്ക് 1%, നിഫ്റ്റി ഫാർമയ്ക്കും ഇൻഫ്രയ്ക്കും 0.25%, PSU ബാങ്കിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ നിഫ്റ്റി ITയിൽ ഇന്ന് 1.5% ഇടിവോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല FMCGക്കും 1% ഇടിവ് നേരിടുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റി IT ആണ് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുകയും ചെയ്തത്. ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, ജിയോ ഫൈനാൻഷ്യൽ, M&M, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ TCS, ഇറ്റേണൽ, മാക്സ് ഹെൽത്ത് കെയർ, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിവിന് ശേഷം ഈ ആഴ്ചയിലെ 4ാമത്തെ ട്രേഡിംഗ് സെഷനായി ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ വീണ്ടും കരുത്താർജിക്കുവാൻ സാധിച്ചു. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 29 പൈസയുടെ നേട്ടത്തോടുകൂടി ഒരു US ഡോളറിനെതിരെ 95.39 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഇനി നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് നേരിയ പോയിന്റുകൾ ചോർന്നു പോയെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും കഴിഞ്ഞ ആഴ്ചയിലെ തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളുടെ ശക്തമായ ഇടിവിന് ശേഷം ഇന്നും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വലിയ പ്രതീക്ഷയായിരുന്നു ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സുകളിൽ ഇന്ത്യൻ മാർക്കറ്റും നിക്ഷേപകരും വെച്ച് പുലർത്തിയതെങ്കിൽ അവ 2 ആഴ്ചകൾക്ക് മുൻപേ മുതൽ ഇന്ത്യൻ മാർക്കറ്റിനെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ക്വാർട്ടർലി ഏർണിംഗ്സിന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കാഴ്ചവെക്കുവാനായെങ്കിലും മാർക്കറ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ സാധിക്കാത്ത കാരണം കൊണ്ടായിരുന്നു പല സ്റ്റോക്കുകൾക്കും ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ക്വാർട്ടർലി ഏർണിംഗ്സ് റിലീസ് ചെയ്ത ബജാജ് ഫൈനാൻസിന്റെ Q1 ഏർണിംഗ്സ് മാർക്കറ്റിനെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇന്ന് കരുത്ത് പകരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ബജാജ് ഫൈനാൻസിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ ഫിനാൻഷ്യൽ മേഖലയ്ക്ക് ശക്തിയാർജിക്കുന്ന കാഴ്ചകളാണ് കുറച്ചേറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണുവാനായിട്ട് സാധിച്ചത്. തുടർന്ന് ഇന്ന് ഫിൻനിഫ്റ്റിക്ക് 1.3% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഇന്നലെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ച മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെയും ക്വാർട്ടർലി ഏർണിംഗ്സിലെ ശക്തമായ പ്രകടനം മൂലം ഇന്ന് സ്റ്റോക്കിന് 5% ഇൻട്രാഡേ ബേസിസിൽ നേട്ടം കൈവരിക്കുവാനായി. എങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് 1.5% നേട്ടം ചോർന്നു പോയെങ്കിലും 3.5% നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് സ്റ്റോക്കിന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാത്രമല്ല ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ
കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 35% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുന്നേ കമ്പനിയുടെ പ്ലാന്റിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മൂലമായിരുന്നു പ്രൊഡക്ഷനിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതും. എന്നാൽ ഇന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രോക്കറേജുകൾ ഇനി വരാനിരിക്കുന്ന ക്വാർട്ടർ 2 കമ്പനിയുടെ ഏർണിംഗ്സിൽ ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്തിയേക്കാമെന്നുള്ള അഭിപ്രായം പങ്കുവച്ചതിനെ തുടർന്ന് ഇന്ന് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസിൽ 7% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി ഓട്ടോയ്ക്കും 1.64% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. അതുകൊണ്ട് തന്നെ ബജാജ് ഫൈനാൻസ്, M&M, ഹ്യുണ്ടായി മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ശക്തമായ പെർഫോമൻസ് മൂലം ഇന്ന് രണ്ട് മേഖലകൾക്കും കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നതും. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്ത് നിന്നുമുള്ള ബൈയിങ് ഏകദേശം 3623.51 കോടി രൂപയ്ക്ക് നടത്തിക്കൊണ്ട് അതിശക്തമാക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ആയതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഏകദേശം ഒത്തിരിയേറെ കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ നിഷ്ക്രിയരായിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വീണ്ടും തുടർച്ചയായി 3 ദിവസം വന്ന ബൈയിങ്ങും ഇന്നും ഇന്ത്യൻ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുവാനും ഇടയാക്കി. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ അതേസമയം ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മറ്റ് 4 കപ്പലുകൾ അവയുടെ സഞ്ചാരപഥം ഡൈവേർട്ട് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്സും വരുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും കുവൈറ്റിന്റെ US എയർബേസിന് നേരെ ഇന്ന് ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടുള്ള അവകാശവാദവും ഇന്ന് ഇറാൻ ഉന്നയിച്ചിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇന്നലെ മുതൽ എണ്ണയുടെ വിലയിൽ വീണ്ടും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഉയർച്ച താഴ്ചകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുന്നില്ല. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ നിലവിൽ 0.25%, ക്രൂഡ് ഓയിലിന്റെ വില 0.5% ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ബ്രന്റ് ക്രൂഡിന്റെ വില $88.48 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $83.92 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് എണ്ണയുടെ വിലയിൽ ഉണ്ടാകാത്ത കാര്യമായ ഉയർച്ചയും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇന്ന് നോക്കുമ്പോൾ ശക്തമായ പോസിറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നതും. എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇതുപോലെ യൂണിഫോംലി ഗ്ലോബൽ മാർക്കറ്റിൽ ശക്തമായ നേട്ടം കാണുവാനായിട്ടും ഇതുവരെയും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിച്ച US മാർക്കറ്റിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 0.25% നേട്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1%, ജർമ്മൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് സിംഗപ്പൂർ മാർക്കറ്റിന് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എസ്പെഷ്യലി ജപ്പാൻ ഇന്ന് 4% നേട്ടത്തോടുകൂടിയും തായ്വാൻ മാർക്കറ്റ് 7.25%, കൊറിയൻ മാർക്കറ്റ് 15.4% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് അനുഭവപ്പെട്ട ശക്തമായ പോസിറ്റിവിറ്റിയെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് ഫേം ആയിട്ട് നിലനിന്നതും ഇന്നലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ശക്തമായ നേട്ടം കൈവരിച്ചുകൊണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്താനായതും. കൂടാതെ ഇന്നും ഇന്ത്യ വിക്സില് 3.37% ഇടിവോടുകൂടി 12 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് 11.75 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താനായതും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് കരുത്ത് പകരുകയും ചെയ്തു. എന്നാൽ 24,400 എന്ന ലോങ് ടൈം മൂവിംഗ് ആവറേജിലുള്ള റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റി മറികടന്നെങ്കിലും ഈ ലെവലിൽ വെച്ച് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ അനുഭവപ്പെട്ടതും. കൂടാതെ തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളിൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്നലെ വരെയും ഇന്ത്യൻ IT മേഖല ഏകദേശം 10% നേട്ടം കൈവരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് IT മേഖല വീക്കെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. കാരണം അവസാന 5 ട്രേഡിംഗ് സെഷനുകളിൽ ഗ്ലോബൽ മാർക്കറ്റിൽ AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഇടിവ് നേരിട്ടപ്പോൾ ഇന്ത്യൻ IT മേഖലയ്ക്ക് കരുത്ത് ആർജിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്നലെ വീണ്ടും US-ല് മൈക്രോസോഫ്റ്റിന്റെ റിസൾട്ടിനുണ്ടാക്കിയ ആത്മവിശ്വാസം വീണ്ടും AI ചിപ്പ് മേഖലയെ ഇന്ത്യൻ IT മാർക്കറ്റ് വീണ്ടും ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിന്റെ ഒരു സൂചന ഇന്നത്തെ ADR സ്റ്റോക്സുകളിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇൻഫോസിസ് ADR-ൽ 5% ഇടിവായിരുന്നു അനുഭവപ്പെട്ടത്. കൂടാതെ വിപ്രോയിൽ 1%. കൂടാതെ ടെക്നിക്കൽ ആയിട്ടുള്ള റീസണും ഇന്ന് മാർക്കറ്റിന് 24,400 എന്ന ലെവലിന് താഴേക്കുള്ള ക്ലോസിംഗിലേക്ക് കാരണമാവുകയും ചെയ്തു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 1.25% ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,053.23
$1 എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്രാസിം ഇൻഡസ്ട്രീസിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമത്തിയ 300 കോടി രൂപയുടെ പിഴ റദ്ദാക്കിക്കൊണ്ടുള്ള NCLAT-യുടെ ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് ശരിവെച്ചു. IRFC അതിവേഗ റെയിൽ പദ്ധതിയിലേക്ക് എൻ്റർ ആകുവാനും ധനസഹായം നൽകുന്നതിലെ ഫോക്കസ് വ്യാപിപ്പിക്കുവാനും കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഹോണ്ട ഇന്ത്യ പവർ 23 രൂപ പെർ ഷെയർ എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് August 19, 2026 റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. കിർലോസ്കർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കമ്പനി ലിമിറ്റഡിൽ 99.49% ഓഹരി കമ്പനി സ്വന്തമാക്കി. ACME സോളാർ ഹോൾഡിംഗ്സ് ബാറ്ററി സംരക്ഷണ ശേഷിയിൽ വൻ വിപുലീകരണവും 20,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപവും കമ്പനി പദ്ധതി ഇടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. EMS 158 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ആർദി ഇൻഡസ്ട്രീസ് 2026 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ സുയോഗ് കൊട്ടേച്ചയെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായിട്ട് നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ബജാജ് ഫിൻസർവ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 18%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 20% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ പുതുതായിട്ട് രൂപീകരിച്ച ഒരു ഉപകമ്പനിയിലൂടെ റീ ഇൻഷുറൻസ് ബിസിനസ്സുകളിലേക്ക് പ്രവേശിക്കുവാനുള്ള കമ്പനിയുടെ പദ്ധതിക്കും കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഏത് ഇൻഡസ്ട്രീസ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 33.45%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 27.25% വർധനവും രേഖപ്പെടുത്തി. സൺഫാർമ എസ്റ്റിമേഷനെയൊക്കെ മിസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 27% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 10% വർധനവും രേഖപ്പെടുത്തി. M3M ഇന്ത്യ ഗുരുഗ്രാമില് കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾ ബിൽഡ് ചെയ്യുവാനായിട്ട് 600 കോടി രൂപ കമ്പനി നിക്ഷേപിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബൻസാൽ റൂഫിംഗ് പ്രോഡക്ട്സ് 8.75 കോടി രൂപയുടെ ആഭ്യന്തര ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.